പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത മുംബൈ സിറ്റി FC-യുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, ഇന്ത്യ ഫുട്ബോളിൻ്റെ ഈ ഒരു മോശമായിട്ടുള്ള അവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെ പല കോച്ചുകളും അതുപോലെ തന്നെ പല താരങ്ങളും ക്ലബ്ബ് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. ISL ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. ISL ക്ലബ്ബായിട്ടുള്ള മുംബൈ സിറ്റി FC-യുടെ ഉടമസ്ഥരായിരുന്നു സിറ്റി ഗ്രൂപ്പ്. നിലവിൽ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് സിറ്റി ഗ്രൂപ്പ് മുംബൈ സിറ്റി FC-യുമായിട്ട് വേർപിരിയാൻ പോവുകയാണ്. ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെയാണ് സിറ്റി ഗ്രൂപ്പ് മുംബൈ സിറ്റി FC-യുമായിട്ട് വേർപിരിയാൻ പോകുന്നത്. നിരവധി മാധ്യമങ്ങളും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആശിഷ് നേഗിയായിരുന്നു ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു വാർത്ത ISL-യുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിലവിലിപ്പോൾ 2025-26 ISL-ന് AIFF 2 ഫോർമാറ്റുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ 14 ടീമുകളെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് കോൺഫറൻസുകളായി വിഭജിക്കും. തുടർന്ന് സെൻട്രൽ വേദികളിൽ പ്ലേ ഓഫുകൾ നടത്തുകയും ചെയ്യും. ഓരോ ഗ്രൂപ്പിൽ നിന്നും 4 ടീമുകളായിരിക്കും യോഗ്യത നേടുക. അതിനുശേഷം സിംഗിൾ ലെഗ് മത്സരങ്ങളായിരിക്കും നടക്കുക. രണ്ടാമത്തെ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ സിംഗിൾ ലെഗ് മത്സരങ്ങൾ തന്നെയായിരിക്കും. മാത്രമല്ല, ഓരോ ടീമുകൾക്കും 6 അല്ലെങ്കിൽ 7 ഹോം അവേ മത്സരങ്ങൾ ലഭിക്കും. മാത്രമല്ല, രണ്ടാമത്തെ ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ടീമിനെ ചാമ്പ്യന്മാരായിട്ട് പ്രഖ്യാപിക്കും. 91 മത്സരങ്ങളോളം ഉണ്ടാവും. എന്തായാലും ഇപ്പോൾ വന്നിട്ടുള്ള ഈ 2 ഫോർമാറ്റുകളിൽ ഏത് ഫോർമാറ്റ് ആയിരിക്കും സ്വീകരിക്കുക എന്നെല്ലാം കാത്തിരുന്നു തന്നെ കാണാം. കൂടുതൽ ISL-ഉമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.